കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അങ്ങനെയാണ് അവരുടെ പേരിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചില പ്രഖ്യാപിത നയങ്ങൾ ഉണ്ടായി. ആ നയങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നത്. കടുംവെട്ട് എന്നൊക്കെ UDF സർക്കാരിന്റെ അവസാന കാലത്ത് പറഞ്ഞത് അതിനേക്കാൾ വലിയ കടുംവെട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. രണ്ട് പ്രധാന കാര്യങ്ങൾ നമ്മളിവിടെ സൂചിപ്പിക്കണം. ഒന്ന്, ടോൾ എന്ന സംവിധാനത്തിന് 100% എതിരായിരുന്നു LDF. സംസ്ഥാന സർക്കാർ പാതകളിലെ മുഴുവൻ ടോളും ഇല്ലാതാക്കിയത് ഇടതുപക്ഷമാണ്. അങ്ങനെ ടോൾ വേണ്ട എന്ന് തീരുമാനിച്ചത്. ടോൾ എന്ന് പറയുന്നത്, ടാക്സിൽ നിന്ന് ടോളിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഒരു ഉദാരവൽക്കരണ നയം തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ആ ഉദാരവൽക്കരണ നയം നടപ്പാക്കുന്നതിൽ മത്സരിച്ച് നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഇടതുപക്ഷ സർക്കാർ എന്നതാണ് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത്. ടോളിന്റെ കാര്യത്തിൽ ഇപ്പോൾ കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ഈ കിഫ്ബി കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞത്? ആഗോളവൽക്കരണം ഉദാരവൽക്കരണത്തിനെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായാണ് കിഫ്ബി കൊണ്ടുവരുന്നത്. ആഗോളവൽക്കരണം ഉദാരവൽക്കരണത്തിന്റെ കാര്യം എന്താ? അവര് ടാക്സിൽ നിന്ന് ടോളിലേക്ക് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ടാക്സ് എല്ലാ മനുഷ്യരും കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ പൈസ ഉള്ളവർ കൊടുക്കുന്നതാണ്. എന്നിട്ട് അതിന്റെ ഫെസിലിറ്റി എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ടാക്സ് മേടിച്ച് റോഡ് പണിതാൽ എല്ലാ മനുഷ്യർക്കും ആ റോഡിൽ കൂടെ പോകാം, ടാക്സ് കൊടുത്തവന് മാത്രമല്ല. പക്ഷേ ടോള് വിധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ടോള് കൊടുക്കുന്നവന് മാത്രമേ ആ ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെ വരുന്നത് ഉദാരവൽക്കരണമാണ്, ആഗോളവൽക്കരണമാണ് എന്ന് പ്രസംഗിച്ച ആളാണ് തോമസ് ഐസക്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ നിലപാടെന്ന് ഇപ്പോൾ കിഫ്ബി കൊണ്ടുവന്നപ്പോൾ ഈ ആഗോളവൽക്കരണത്തിന് എതിരാണെന്ന് പറഞ്ഞു. ഇപ്പൊ കിഫ്ബി തന്നെ ടോളിന്റെ റോഡായി മാറുകയാണ്. CPI കുറച്ചു കാലമൊക്കെ പിടിച്ചത്. CPIയുടെ സ്വഭാവം പറഞ്ഞിട്ട് കാര്യമില്ല. CPI സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് CPMന്റെ കാലിനിടയിൽ കിടക്കുന്ന ഒരു ജീവി മാത്രമാണ്. അതിപ്പോൾ പല കാര്യങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ടോൾ കൊണ്ടുവരാനുള്ള നിലപാട് CPI അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം CPIക്കും പ്രത്യേകമായ നിലപാടൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ്, ഇനിമേൽ വ്യവസായങ്ങൾക്ക് 1-2 കാറ്റഗറി വ്യവസായങ്ങൾക്ക് ഒരു തരത്തിലുള്ള പഞ്ചായത്തിന്റെ അനുമതിയും വേണ്ട. എന്താ അതിന്റെ അർത്ഥം? ഏതാ ഈ ഗ്രൂപ്പ് 1, 2 എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടേ ഉള്ളൂ. വൈറ്റ് കാറ്റഗറി, ബ്ലൂ കാറ്റഗറി എന്നൊക്കെ പറയുന്നത്. അത് അവിടെ നിന്ന് കിട്ടെ. പ്രശ്നം എന്താ? പഞ്ചായത്തുകൾക്ക് പരമാധികാരം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനാ ഭേദഗതി 73-74 ഭരണഘടനാ ഭേദഗതി, കേരള പഞ്ചായത്തി രാജ് ആക്ടും, അതിനെ തുടർന്ന് കേരളത്തിൽ ജനകീയാസൂത്രണത്തിന് വേണ്ടി നാട് മുഴുവൻ നടന്നു പറഞ്ഞ ആളാണ് ഞാൻ. ഈ തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് പഞ്ചായത്തുകൾക്ക് പൂർണ്ണമായ അധികാരം. കാരണം പഞ്ചായത്തിന് ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ അവിടുത്തെ മണ്ണിന്റെ, വെള്ളത്തിന്റെ, ജൈവ വൈവിധ്യത്തിന്റെ ഒക്കെ കസ്റ്റോഡിയൻ ആ പഞ്ചായത്താണ്, ആ തദ്ദേശ ഭരണ സ്ഥാപനമാണ്. അത് നശിപ്പിക്കാതെ സൂക്ഷിക്കേണ്ടത് അവരുടെ ജോലിയാണ്. അതുകൊണ്ട് അവിടെ ഒരു വ്യവസായം കടന്നു വരുമ്പോൾ, ഒരു നിർമ്മാണ സംഗതി കടന്നു വരുമ്പോൾ അവിടുത്തെ മണ്ണിനും വെള്ളത്തിനും അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിനും ഒരു നാശവും വരില്ല എന്ന് ഉറപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പഞ്ചായത്ത്, ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ പോലെയുള്ള ആളുകൾ. ആ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ആ വ്യവസായത്തിന് ഇവരുടെ അനുമതി വേണ്ട എന്ന് പറയുന്നതോടുകൂടി നാളിതുവരെ നാം തുടർന്ന ഈ സംഗതി ഉണ്ടല്ലോ, ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള അധികാരം, ഗ്രാമസഭകൾക്കുള്ള അധികാരം എന്നൊക്കെ നമ്മൾ പ്രസംഗിച്ച് നടന്നത് വെള്ളത്തിൽ വരച്ച വരെ പോലെ. ഇപ്പോ വളരെ പെട്ടെന്ന് തീരുമാനിക്കുകയാണ്. MP രാജേഷ് മന്ത്രി അത് പറഞ്ഞു, രാജീവ് പറഞ്ഞു. അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് പാലക്കാട് ഒരു ബ്രൂവറിക്ക് വേണ്ടിയാണ്. ഒരു മദ്യനിർമ്മാണശാലയ്ക്ക് അവിടുത്തെ പഞ്ചായത്ത് എതിരായിരിക്കുമ്പോൾ അതിന് വേണ്ടി ഇവർ നിയമം മാറ്റുക. ഞാൻ ഓർക്കുന്നത് പ്ലാച്ചിമടയിലെ കൊക്കോകോള കമ്പനിക്കെതിരായ സമരമാണ്. ഈ രാജേഷൊക്കെ അതിന് മുമ്പിലുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ സമരം തുടങ്ങിയ ആളുകളാണ്. ഈ രാജേഷിനെ പോലെയുള്ള ആളുകൾ ഒക്കെ മുമ്പിലുണ്ടായിരുന്നു. അന്ന് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു സംഗതി എന്താ? അവിടുത്തെ പെരുമാട്ടി പഞ്ചായത്ത് ഇതിനെതിരാണെന്നുള്ളത് കൊണ്ടും പെരുമാട്ടി പഞ്ചായത്തും പഞ്ചായത്തിന്റെ ഗ്രാമസഭകളും കൊക്കോകോള വെള്ളമെടുത്ത് അവിടെ മലിനമാക്കുന്നതും വെള്ളമില്ലാതാക്കുന്നതിനെതിരായിട്ട് ശക്തമായി നിന്നുകൊണ്ടാണ്. അന്ന് ഈ രാജേഷൊക്കെ കൊക്കോകോളയ്ക്കെതിരായ പ്രമേയം പാസാക്കാൻ പെരുമാട്ടി പഞ്ചായത്ത് നിലപാടെടുക്കണമെന്നും കൊക്കോകോള പൂട്ടിക്കാൻ അത് പ്രധാനമാണ് എന്നും പറഞ്ഞതാണ്. ഇപ്പൊ സംഭവിച്ചെന്താ? ഇപ്പൊ കൊക്കോകോളയേക്കാൾ അപകടകരമായ ഒരു ബ്രൂവറി വരുമ്പോൾ അതിന് പഞ്ചായത്തിന്റെ അനുമതി വേണ്ട. അതിനർത്ഥം എന്താ? അതിനർത്ഥം നാളിതുവരെ തുടർന്നു പോകുന്ന ഈ പറഞ്ഞ അധികാര വികേന്ദ്രീകരണം, അധികാരം ജനങ്ങളിലേക്ക് 9ാം പദ്ധതി മുതലൊക്കെ ആരംഭിച്ച പദ്ധതിയൊക്കെ നമ്മൾ മടക്കി കൂട്ടി കെട്ടി. ഇനിയിപ്പോ അധികാര വികേന്ദ്രീകരണമില്ല, പഞ്ചായത്ത് രാജുമില്ല, അല്ലെങ്കിൽ 73-74 ഭരണഘടനാ ഭേദഗതിയില്ല, എല്ലാ അധികാരങ്ങളും. കാരണം നമുക്കറിയാം
ഒറീസയിൽ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറീസയിൽ വലിയൊരു അലുമിനിയം ഖനന കമ്പനി വന്നപ്പോൾ, നിയംഗിരി ഹിൽസിൽ വന്നപ്പോൾ, വേദാന്ത എന്നാണ് കമ്പനിയുടെ പേര്. ആ കമ്പനി അവിടെ കൊണ്ടുവരാൻ വന്നപ്പോൾ അവിടുത്തെ ആദിവാസികൾ അതിശക്തമായി അതിനെ എതിർക്കുകയും നിയംഗിരിയിലെ രാജാവ്, അവിടുത്തെ ദൈവം നിയം രാജയാണ്, അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിന് കേടുപറ്റും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം, അവിടുത്തെ ഗ്രാമസഭകൾ തീരുമാനിച്ചതുകൊണ്ട് മാത്രം സുപ്രീം കോടതി അതിൽ അനുമതി നിഷേധിച്ചു. അതിവിടെ ഉണ്ടാവരുത്. ഇവിടെ ഒരു കാരണവശാലും പഞ്ചായത്തുകൾക്ക് ഇനി ഒരു അധികാരമില്ല. 2017 തന്നെ ഇതിൻ്റെ ഒരു ചെറിയ തുടക്കം തുടങ്ങിയിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റിക്കല്ല അധികാരം, സെക്രട്ടറിക്ക് അധികാരം. അതെന്തൊരു അധികാരം എന്ന് മനസ്സിലായില്ല. ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയേക്കാൾ അധികാരം കൊടുക്കുന്നൊരു നിയമം ഉണ്ടാക്കിയാൽ നമ്മളെങ്ങനെ കാണും? ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി പറയുന്നത് നടപ്പാക്കാനുള്ള ആളാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് നടപ്പാക്കാനുള്ള ആളാണ് പഞ്ചായത്ത് സെക്രട്ടറി. ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു അധികാരം ഉണ്ടായിരുന്നു കുറച്ച്, അതും എടുത്തു കളഞ്ഞു. ഗ്രാമസഭ 100% എതിർത്താലും ഒരു വ്യവസായം ഒരു പഞ്ചായത്തിൽ കൊണ്ടുവരാൻ ഇന്ന് കഴിയും. അപ്പോൾ അതിന് കാറ്റഗറിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. മാത്രമല്ല അവിടുത്തെ വെള്ളവും മണ്ണും അവിടുത്തെ ജീവിതവും ജൈവവൈവിധ്യവും നഷ്ടപ്പെട്ടാൽ, അവിടെ മലിനമായാൽ ആർക്കാണ് പറയാൻ പറ്റുക? ഇതേ കമ്പനി പഞ്ചാബിൽ പൂട്ടിച്ചത് അവിടുത്തെ 4 കിലോമീറ്റർ ചുറ്റളവിൽ മാലിന്യം പരന്നു, വെള്ളം നഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്, കർഷക സമരം കൊണ്ടാണ്. ആ കർഷക സമരത്തിൽ കേരളത്തിൽ ഭരിക്കുന്ന കക്ഷികളുടെ കർഷക സംഘടനകളും അതിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്താവാം സമരം, പക്ഷെ കേരളത്തിനകത്ത് നമ്മൾ നിക്ഷേപ സൗഹൃദമാണ്, നമ്മൾ മറ്റതാണ് മറിച്ചതാണ്, പഞ്ചായത്തുകൾക്ക് അധികാരമില്ല എന്നാക്കിയാൽ മാതൃകാപരമായ അധികാര വികേന്ദ്രീകരണം നടന്ന സംസ്ഥാനം എന്ന പദവിയിൽ നിന്ന് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അടിവേരറുത്ത സംസ്ഥാനം എന്ന നിലയിലേക്ക് കേരളം മാറുകയാണ്. അതാണ് മാറുന്ന ഇടതുപക്ഷം.